വരാത്തത്? ഇന്നലെ തല്ല് കിട്ടിയതിന്റെ പിണക്കത്തിലായിരിക്കും ഇന്നൊറ്റ എണ്ണം ഇതുവരെ മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എല്ലാം മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങായിരിക്കും. ദേ, ആ പെണ്ണ് ജ്യോതി മാത്രം അടുക്കള കയറിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? ടീയും സ്നാക്സും ഒക്കെ വേണ്ടേ? അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്റെ കണ്ണ? മറ്റുള്ളവളുമാരൊക്കെ കുശുമ്പെടുക്കുന്നത് ശരിയാണോ കണ്ണ? നിനക്ക് ഈ പെണ്ണുങ്ങളോടൊക്കെ ഒന്ന് നേരെ നടക്കാൻ പറഞ്ഞൂടെ? പാവം ജ്യോതിമോള് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക. ഹോ, എന്റെ കണ്ണാ, നീ ഒന്ന് കാണേണ്ടതായിരുന്നു അടി. അടിന്ന് പറഞ്ഞ നല്ല ഒന്നാന്തരം അടി. താരയുടെ ചെവിടടക്കം. ഷോ, എന്തൊരു ശബ്ദമായിരുന്നു. എന്നുവെച്ച് ഇത് ഞാൻ കണ്ടോന്ന് ചോദിച്ചാ ഞാനൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷേ ഈ അടിയുടെ ബഹളമൊന്നും അല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അയ്യോ, എന്തൊരു വിശപ്പാ. അതിൽ നിന്നുള്ള രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. ആരും കാണാതെ പോയി രാത്രി എന്തെങ്കിലും കഴിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിന് സമ്മതമല്ല. എടീ, ഒരു തീരുമാനം എടുത്താ അത് നടപ്പാക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ആഹാരം കഴിക്കില്ലെന്ന് തീരുമാനിച്ചാ കഴിക്കാതെ തന്നെ ഇരിക്കണം. എത്ര ദിവസം കഴിക്കാതിരിക്കും? ഒരു രാത്രിയോ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പോട്ടെ ഒരു ദിവസം മുഴുവൻ പിടിച്ചു നിൽക്കാം. ഓ, അത് കഴിഞ്ഞാ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ പിന്നെ നമ്മുടെ പ്രതിഷേധ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് എല്ലാവർക്കും നേരെ പോയി അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കാം. എന്നിട്ട് ജ്യോതിയോടുള്ള പിണക്കവും മറന്ന് അവൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്കാം. എന്താ, മതിയോ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമരം അത്രയ്ക്ക് അങ്ങ് ന്യായമാണോ? താരേച്ചി ഉപ്പ് മാറിയിട്ടുണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്? അതെടി, എല്ലാത്തിനും കുഴപ്പക്കാരി ഞാൻ തന്നെയാ. പുറത്തുനിന്ന് വന്ന ഒരുത്തി ജ്യോതിയോടൊപ്പം ചേർന്ന് നമ്മളെ ഭരിക്കാൻ നോക്കണ്ട. അതിന് സുപ്രിയാന്റിയുടെ അനിയത്തിയല്ലേ ശരി, നമ്മൾ അതിന് സമ്മതിക്കത്തില്ല. ഉപ്പല്ല, ചിലപ്പോ ഞാൻ അവൾക്ക് വിഷം കലക്കി കൊടുക്കും. എന്റെ പൊന്ന് താരേച്ചി, കൊലച്ചതി ഒന്നും ചെയ്തേക്കല്ലേ. ദേ, ചിലപ്പോ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരും. താര പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മൾ ഈ വീട്ടിലെ മരുമക്കളാ. നമുക്കിവിടെ ഇല്ലാത്ത ഓരോ അധികാരവും വന്നു കയറിയ ഹരിപ്രിയക്കില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഹരിപ്രിയ എന്തിനാ ഇത്രയും ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നത്? അവൾക്ക് തിരിച്ചു വയ്ക്കൂടെ? ഇതന്നെയാ ഞാനും മുൻപ് സംശയം പറഞ്ഞത്. ഇവൾ ഇവിടെ വന്ന് നിൽക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? എന്നിട്ട് ഇപ്പൊ അവള് ജ്യോതിയുടെ പക്ഷം ചേർന്ന് നമുക്കെതിരെ യുദ്ധത്തിന് വരുന്നു. അവളങ്ങനെ വെറുതെ ചാടിക്കറി വന്നവളൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ശരിയായില്ലേ? നീ പറഞ്ഞ സംശയമൊക്കെ ശരി തന്നെയാ. പക്ഷേ സുപ്രിയാന്റിയുടെ അനിയത്തി ഹരിപ്രിയ DKക്കും അമ്മയ്ക്കും വളരെ പ്രിയപ്പെട്ടവളാ. അവൾക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് അമ്മയെയും DKയെയും നമുക്കൊപ്പം നിർത്തണം. നമ്മളായിട്ട് അവളെ പറഞ്ഞു വിടുന്നു എന്നൊരു തോന്നലുണ്ടാവരുത്. അവൾ ഇവിടെ വെറുതെ വന്നു നിന്ന് ജ്യോതിയുടെ ഒപ്പം ചേർന്ന് ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അമ്മയ്ക്കും DKക്കും തോന്നണം. ഞാൻ വന്ന ലക്ഷ്യം ഏകദേശം സാധിച്ചു. എല്ലാവരെയും കണ്ടു. കുറച്ചു ദിവസം ആ വീട്ടിൽ താമസിച്ചു. DKയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. കളിത്തമാശകൾ പറഞ്ഞു. മുന്നിൽ വന്നത് ഞാനാണെന്നറിയാതെ ഹരിപ്രിയാണെന്ന് കരുതി DK എന്നോട് സംസാരിക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ
എന്റെ ഭർത്താവിനോടാണല്ലോ സംസാരിക്കുന്നത്. ആ സന്തോഷം മതി എനിക്ക്. ഇനി ഞാനിവിടെ നിന്ന അത് ജ്യോതിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ആ കുടുംബത്തിന് മുഴുവൻ കുഴപ്പമായിട്ട് മാറും. അത് പാടില്ല. ഡിക്ക് എന്ന് സന്തോഷത്തോടെ ജീവിക്കണം എന്നാ ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി തന്നെയാ ഡിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് അവസാനത്തെ കത്തിൽ ഞാൻ എഴുതിയത്. അങ്ങനെ ഡിക്കയുടെ ജീവിതത്തിലേക്ക് വന്നവള ജ്യോതി. അവർക്കൊരു കുഴപ്പമുണ്ടാവാൻ എനിക്കൊരു ആഗ്രഹമില്ല. ഡിക്കയും അവളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി ഞാൻ ഇവിടെ നിന്ന എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. എപ്പോഴെങ്കിലും സുപ്രിയാണെന്ന് ഞാൻ അറിയാതെ ഡിക്കയോട് പറഞ്ഞു പോയ, അല്ലെങ്കിൽ ഡിക്ക എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കിയ എല്ലാം തകർന്നു പോവും. ആരോടും ഒന്നും പറയാതെ ഇന്ന് പുലർച്ചെ പോണോന്നാ കരുതിയത്. പക്ഷെ പിന്നെ തോന്നി അതൊരു ഒളിച്ചോട്ടായിരിക്കുമെന്ന്. വേണ്ട, എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ പോവാം. എന്തൊരു ചതിയമ്മേ നിങ്ങളെ കാണിച്ചേ? വാട്ട് ചതി? നോ ചതി. എന്തൊരു ടേസ്റ്റുള്ള ഫുഡാ. വെരി ഗുഡ്. ദേ, ഇനി ഓർഡർ ചെയ്യുമ്പോഴേ ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. സത്യം, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഈ അടുത്ത സമയത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല. ആ, കുറച്ച് ബാക്കിയുണ്ട്, നിങ്ങൾ കഴിച്ചോ. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് എടുത്ത് കഴിച്ചേ? നിങ്ങളൊക്കെ നേരത്തെ കഴിച്ചതല്ലേ? അയ്യോ, ഞങ്ങള് ഫുഡ് കഴിച്ചത് അതുകൊണ്ടല്ല. നിങ്ങളൊക്കെ നിരാഹാരാണെന്ന് പറഞ്ഞപ്പോ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി, അതുകൊണ്ട് മാത്രം കഴിച്ചതാ. സത്യം, അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചത്. അതെ, വളരെ കഷ്ടപ്പെട്ട ഈ ഫുഡ് കഴിക്കുന്നേ. വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും ഇതുകൂടി കഴിച്ചേക്കാന്ന് വിചാരിച്ചു. വെറുതെ കളയണ്ടല്ലോ. ഭക്ഷണം ഒരുപാട് കഴിക്കണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുവേ. പക്ഷേ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടിയാ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ? അല്ല അമ്മ? അതെ അതെ. എന്റെ മായേ, എന്തൊരു രുചിയാന്നറിയോ? ഇതിന്നൊരു ഇത്തിരി എടുത്ത് കഴിച്ചു നോക്കിയേ. വേണ്ടേ? ഇതെടുത്തോ. എടി, ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്ത് കഴിച്ചിട്ട് ഞങ്ങളെ കളിയാക്കുന്നോ? നീയാ അമ്മയും കൂടി ഈ കുഴി ചാടിച്ചത്. നോ 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 നോ, എന്നെ കുഴി ചാടിച്ചൊന്നുമല്ല. ഞാൻ ഒരു കുഴിയിലും ചാടിയിട്ടുമില്ല. നല്ല ഫുഡ്. മോളും കൂടി വേണമെങ്കിൽ കൂടിക്കോ. ഈ തോന്നിയാസം കാണിച്ചതിന് അടിച്ചു നിന്നെ ശരിയാക്കുക വേണ്ടത്. ഷോ, ആഹാരം കഴിക്കുമ്പോ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ എന്റെ മായേ. ആ, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ വീട്ടില് വഴക്കുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെന്നും ഇരിക്കും, പിണങ്ങിയെന്നും ഇരിക്കും. അതൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ അതിന്റെ പേരിൽ ആഹാരം കഴിക്കാതിരുന്നിട്ട് പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് വെച്ച് കഴിക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, അതിന് ഞങ്ങള് സമ്മതിക്കില്ല. കറക്റ്റ്. ഷീസ് മൈ വൈഫ്. അവൾ എന്റെ ഭാര്യ. എന്റെ അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിൽ തൊട്ടടുത്ത സ്ഥാനം ഇവൾക്കാണ്. ഇവൾക്ക് നേരെ പോരെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഒരാളും ഈ വീട്ടിൽ ബാക്കിയുണ്ടാവില്ല. നിങ്ങളൊരു കുറ്റം ചെയ്തേനാ താരെ ജ്യോതി ശിക്ഷിച്ചത്. അതിന്റെ പേരിൽ ആഹാരം കഴിക്കാതിരുന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് മുറിയിൽ വെച്ച് കഴിക്കണമെങ്കിൽ അത് ഈ വീടിനോട് ആത്മാർത്ഥത ഇല്ലാത്തവരെ കൊണ്ടേ പറ്റൂ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ വീട്ടിലെല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യവും അഭിപ്രായവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പരസ്പരം വഴക്കിടാം, അവരവരുടെ കാര്യം പറയാം. പക്ഷേ ഭക്ഷണത്തിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഈ ടേബിളിൽ ഉണ്ടാവണം. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ജ്യോതി ഇത് ചെയ്തത്. അതിന് ജ്യോതിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.
കുടുംബവും ജീവിതവും ഒക്കെ ഡി കെക്ക് മാത്രം മതിയോ? ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി? ഇതുവരെ അതിനൊരു മറുപടി ഡി കെ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളോ ഇല്ലാതായി പോകുന്നത്. അത് ഡി കെ മനസ്സിലാക്കണം. ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അവരെന്റെ മക്കളാ. കൃത്യസമയത്ത് തന്നെ അവർ നിങ്ങളുടെ അരികിൽ എത്തിച്ചേരും. അത്രയും തൽക്കാലം പറഞ്ഞാൽ മതി. ഓ, എന്തൊരു ടേസ്റ്റ്! ആ, ദേ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എത്ര വഴക്കും തമ്മിൽ തല്ലുണ്ടായാലും ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. അല്ലാതെ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചാ സമ്മതിക്കില്ല ഞാൻ. ഹലോ ബേട്ടീസ്, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ ആയില്ലേ? അപ്പൊ ശരി, താങ്ക് യു ഫോർ ദ സ്വീറ്റ് ഫുഡ്. ഓക്കെ, വാ മോളെ, ഇനി പോയി കിടന്ന് ഉറങ്ങാം. അതെ, കൊടുക്കണം. ഓ, അതാണോ കാര്യം? അതെന്താ, അത് വലിയ കാര്യല്ലേ മൈസാൻ? അവരൊക്കെ പല വീടുകളിൽ നിന്നും മാരേജ് ചെയ്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന പെൺകുട്ടികളാ. ഹസ്ബൻഡുമായിട്ട് സന്തോഷത്തോടെ കഴിയേണ്ട ഈ കാലത്ത് നീ വല്ലയിടത്തും ഒക്കെ പറഞ്ഞയച്ച ഈ പെൺകുട്ടികൾക്ക് നിന്നോട് ദേഷ്യമല്ലേ തോന്നുള്ളൂ? അമ്മേ, അതിന് ഞാൻ അവരെ മനഃപൂർവ്വം എങ്ങോട്ടും പറഞ്ഞയച്ചല്ലോ. അവരൊരു ജോലിക്ക് പോയതല്ലേ. ദേ, എന്തു ജോലിയായാലും ചെയ്തെടുത്തോളം മതി. നീ അവരെ തിരിച്ചു വിളിക്കണം. അതാലോചിക്കാം. ദേ, ആലോചിച്ചാ പോരാ, നടപ്പിലാക്കണം. അവരെ തിരിച്ചു കൊണ്ടുവരണം കണ്ണ. ദേ, ദിസ് ഈസ് മൈ ഓർഡർ. ഓ ശരി, ചെയ്യാം. ആ മൈസൺ, എന്താ അമ്മേ, കഴിഞ്ഞില്ലേ? ഞാനത് ചെയ്യാന്ന് പറഞ്ഞല്ലോ. നോ നോ, അതിനെക്കുറിച്ചല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. ഇത് വേറൊരു മാറ്ററാ. എന്ത് മാറ്റർ? യുവർ വൈഫ് മാറ്റർ. നിന്റെ വൈഫിന്റെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. വൈഫിന്റെ കാര്യം? അവളിപ്പോ ഭയങ്കര ഹാപ്പിയിലാണെന്ന് എനിക്കറിയാം. അതിന് നീയോ അവളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ അവളിങ്ങനെ ചിരിച്ചു കളിച്ചും ഒക്കെ നടക്കുന്നത്. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? അവൾക്കെന്താ ചിരിക്കാനും കളിക്കാനൊന്നും പാടില്ലേ? ഓ, അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാനാണോ കുറ്റക്കാരി? ഇത്രയും നാള് അവളോട് പിണങ്ങി നടന്ന നീയല്ലേടാ? ആര് പിണങ്ങി? ഞാനൊന്നും പിണങ്ങിയിട്ടൊന്നുമില്ല. അതൊക്കെ അമ്മയ്ക്ക് ചുമ്മാ തോന്നിയതാ. ആണോടാ? പിന്നല്ലാതെ. അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. നേർക്ക് നേരെ വെടിവെച്ച് കൊല്ലാൻ ഒരുത്തൻ തോക്കുമായി നിന്നാൽ പോലും ഒരുപക്ഷെ നമ്മൾ ഭയക്കില്ല. പക്ഷേ സ്ത്രീകൾ, അതും ഭാര്യമാർ, അവരുടെ മുന്നിൽ നമ്മളെല്ലാം നിസ്സഹായരായി പോകും. അത്രയ്ക്ക് പാവങ്ങൾ അമ്മ ആണുങ്ങൾ. ഓ, അത് ശരി. അപ്പൊ ചുമ്മാതല്ല. എന്തോന്ന്? ഞാൻ പറയത്തില്ല. അമ്മ കാര്യം എന്താന്ന് പറയാമേ? ഇല്ലില്ല, ഞാൻ പറയത്തില്ല. എന്നാ തന്റെ ഈ നിഷ്കളങ്കത, ഏത് കാര്യം സീരിയസ് ആയി പറയുമ്പോഴും അതിലൊളിഞ്ഞിരിക്കുന്ന ഒരു കുസൃതി, ഒരാളെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള തന്റെ ഈ മനസ്സ്, തന്റെ ഈ ക്ഷമ കൊണ്ട് എന്തിനേയും ജയിക്കാൻ കഴിയുള്ളൂ. ആണോ? പിന്നല്ലാതെ കഴിയും. ഷുർ. ബേക്കറിക്കാരിയുടെ മരുമക്കളൊക്കെ താൻ പറയുന്ന വഴിക്ക് വരും, എനിക്കുറപ്പാ. ഇല്ലെങ്കിൽ വരുത്തും ഞാൻ. അവളുമാർക്ക് എന്നെ ശരിക്കും അറിഞ്ഞൂടാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചാ മതി, എന്നെ കുറിച്ച് ശരിക്കും ഒന്ന് അറിയണമെങ്കിൽ. പറച്ചിൽ കേട്ട് താൻ അവിടുത്തെ വലിയ ഗുണ്ടയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ചുമ്മാ പുളു അടിക്കലടോ. പുളുവൊന്നും അല്ലെന്നേ. ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാ ഈ ജ്യോതി അത് ചെയ്തിരിക്കും. വെറും ജ്യോതിയല്ല, ജ്യോതിർമയി. എന്താണ് ഇപ്പൊ ഒരു സ്നേഹം കൂടുതൽ? സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഇപ്പൊ എനിക്കങ്ങനെ തോന്നില്ല.
അതെന്താ തോന്നാത്തത്? ആ സ്നേഹം ഇപ്പൊ ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ, അതിങ്ങനെ കടല് പോലെ ഒഴുകി വരുന്നുണ്ട് എന്നിലേക്ക്. സ്നേഹമൊന്നും ഇങ്ങനെ ഒതുക്കി മടക്കി വെക്കാനുള്ളതല്ല ഹിറ്റ്ലറെ, അത് പ്രകടിപ്പിക്കാനുള്ളതാ. അതങ്ങ് വീതിച്ചു കൊടുത്തേക്കണം എല്ലാവർക്കും. ഹരിപ്രീത എവിടെ പോയിട്ട് വരുന്നു? ഏട്ടാ, എന്താ, എന്തു പറ്റി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ഞാനിന്ന് തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുക. പെട്ടെന്നെന്താ ഇന്ന് തന്നെ പോകാൻ തോന്നിയത്? പെട്ടെന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുക. ഇത്രയും ദിവസം ഞാൻ നിന്നത് ജ്യോതി നിർബന്ധിച്ചിട്ടാ. ഞാനിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവും. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് US മടങ്ങും. നന്നായി. എന്തായാലും ഇത്രയും ദിവസം നീ ഇവിടെ വന്ന് നിന്നല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. യെസ് മോളെ, വി ആർ വെരി ഹാപ്പി. സുപ്രിയ മരിച്ചു പോയെങ്കിലും ഈ വീട് നിന്റെ വീട് തന്നെയാ. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, താമസിക്കാം. ഞങ്ങളുടെ കുട്ടിയാ നീ. സുപ്രിയയുടെ അനിയത്തി എന്നും ഈ വീടിന്റെ മോള് തന്നെയാ. എന്റെ ഗുരുവായൂരപ്പ, ഇവരെ പറയുന്നത് സുപ്രിയോട് തന്നെയാണെന്ന് ഇവരാ. DKയുടെ ലൈഫിലേക്ക് വന്ന് നീ ഞങ്ങളെ ദ്രോഹിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഇപ്പൊ നീ ഇവിടുന്ന് പോയാ എന്റെ മനസ്സിലൊരു കുറ്റബോധമായിട്ട് എന്നും അവിടെ കിടക്കും. ജ്യോതി, ഒരുപാട് നാളൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് തുടർന്നേ പറ്റൂ. അതിനെനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയും വേണം. അവിടുന്ന് ഞാൻ US പോവും. ഓ, നീ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോയിക്കോ, അതിലൊന്നും എനിക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ പണ്ട് നീ DKയോടൊപ്പം ജീവിച്ച കാലത്ത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിത്തരാന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതാ. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. എടി, അതൊക്കെ പുലിവാലാവും. നീ തന്നെ കുഴപ്പത്തിൽ ചാടില്ലേ? ഓ, കുഴപ്പത്തിൽ ചാടിയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. നീ ഇവിടെ മിണ്ടാതിരുന്ന് ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഇനി ഇവിടുന്ന് പോണോന്നെങ്ങാനും പറഞ്ഞ അർജുനെ ശരിയാക്കി കളയും. ഇതെന്താ ഇത്, ഗുണ്ടായിസോ? ആ, ഗുണ്ടായിസെങ്കിൽ ഗുണ്ടായിസം. നിന്നെ അനുസരിപ്പിക്കാൻ വേണ്ടിട്ടേ ചൂറിലെടുക്കും ഞാൻ, അറിയാലോ എന്നെ. ആ, മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് ഇവിടെ ഇരുന്നോണം, മനസ്സിലാവുന്നുണ്ടോ? ഇനി നീ ഇവിടുന്ന് പോണോ എന്ന് ഞാൻ തീരുമാനിക്കും, കേട്ടില്ല? ഉത്തരവ്. അപ്പൊ നമ്മൾ സംശയിച്ചത് വെറുതെയല്ല, അവര് രണ്ടും വീണ്ടും ഒന്നായി. അതിന്റെ ധൈര്യത്തിലാ അവൾ ഈ അമ്മായിയമ്മ ചമഞ്ഞതെല്ലാം. എന്തൊരു ധൈര്യമായിരുന്നു അവൾക്ക്! നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ച് അത് കഴിക്കാൻ സമ്മതിക്കാതെ നമ്മളെ ചോദ്യം ചെയ്യാൻ കാണിച്ച അവളുടെ ബുദ്ധിയുണ്ടല്ലോ. DKയുടെ ബലം കൊണ്ട് തന്നെ അവൾ അത് ചെയ്തത്. അവരിങ്ങനെ വീണ്ടും ഒന്നായി തീരുമെന്ന് നമ്മൾ വിചാരിച്ചോ? നമ്മളോട് ഇവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും DK അവളെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എങ്ങനെ പറയും? അത്രക്കല്ലേ അവളെ DK പാട്ടിലാക്കി വെച്ചിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് DK ഇങ്ങനെ മാറിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. മായച്ചി, അവര് രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഇനി നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വഴക്കും വക്കാണോ ഒക്കെ കഴിഞ്ഞ് ജ്യോതിയും DKയും തമ്മിൽ ഒന്നായെങ്കിൽ അത് ഈ വീടിന്റെ സൗഭാഗ്യം തന്നെയാന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തിനാ അവരോട് അസൂയ കാണിക്കുന്നത്? എനിക്ക് അസൂയുണ്ട്. DKക്ക് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടണം. DKയോട് നമുക്ക് ആർക്കും ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ അതുപോലെ അല്ല ജ്യോതി. DKയുടെ തണല് പറ്റി അവള് നമ്മളെ ദ്രോഹിക്കാൻ ഇറങ്ങിയ അത് നമ്മൾ എതിർക്കുക തന്നെ വേണം. ഈ വീട്ടിൽ അവളുടെ ഭരണത്തിന്റെ കീഴില് അടിമകളെ പോലെ ജീവിക്കാനുള്ളവരാണോ നമ്മള്? അത് സത്യമായച്ചി. നമുക്ക് നേരെ വടിയെടുക്കാൻ അവൾക്ക് എന്താ അധികാരം? നമ്മളെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും നമ്മൾ അവളെ അനുവദിക്കാൻ പാടില്ല. എടോ, താനിങ്ങനെ കണ്ണുമിഴിച്ച് നോക്കണ്ട. സത്യമാ ഞാൻ പറഞ്ഞത്.
ഇത്തവണയും അവൻ നമ്മുടെ വല പൊട്ടിച്ചു. ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞില്ലേ, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നമ്മളായിട്ട് തന്നെ കൊടുക്കണം. എടോ, അതൊക്കെ വളരെ എളുപ്പമാ. പക്ഷേ തന്നെ പോലെ നിലയും വിലയുള്ള ഒരാള് ഇങ്ങനെ വൈകാരികമായി ചിന്തിക്കുന്നത് ശരിയല്ല. കുറച്ചുകൂടെ വിവേകത്തോടെ കാര്യങ്ങൾ കാണണം. ഞാൻ പറഞ്ഞില്ലേ, അയാൾ നമ്മുടെ പാർലമെന്റിൽ ഒരു അംഗമാണ്. അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ രാജ്യത്തെ സീനിയറായ അഭിഭാഷകർ എത്തും. അതൊക്കെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണമായിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് അയാളെ കോടതിയിൽ എത്തിച്ചത്. അതിനിടയില ആ സ്വാമിനാഥൻ വക്കീലിന്റെ ഒരു മാസ് എൻട്രി. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ. അവിടെ ഇരിക്കുന്ന ജഡ്ജി പോലും ഒന്ന് വിറച്ചു പോയിട്ടുണ്ടാവും. മിനിറ്റ് വെച്ച് അവർ വിഘ്നേഷിനും മൂർത്തിക്കും ജാമ്യം എടുത്തുപോയി. പോലീസ് അവർക്ക് പിന്നാലെ ഓടിയതും തെളിവുണ്ടാക്കിയതും അറസ്റ്റ് ചെയ്തതും എല്ലാം മിച്ചം. താൻ ഇനി അധികം ബുദ്ധിമുട്ടണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതൊന്നും പുറത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട. എടോ, തനിക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഇത്രയും പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും അമ്മയും ഉണ്ട്. തനിക്കൊരു ഭാര്യയുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടും മുമ്പ് അവരുടെയൊക്കെ മുഖങ്ങൾ ഒന്ന് ഓർക്കണം. ഈ പറഞ്ഞവർക്കൊക്കെ വേണ്ടി തന്നെയാണോ ഞാൻ എന്റെ ജീവിതം ഹോമിക്കുന്നത്. എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എന്റെ കുടുംബം. അതിനകത്ത് കയറി നോക്കിയിട്ട് പോലും പലതവണ അവനെ നമ്മൾ വെറുതെ വിട്ടു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ ആ നിയമം തന്നെ അവനെ രക്ഷപ്പെടുത്തി. എടോ, നമ്മുടെ നിയമത്തിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. മിടുക്കനായ ഒരു വക്കീൽ വിചാരിച്ചാൽ പോലീസ് ഉണ്ടാക്കി വെക്കുന്ന ഏത് തെളിവുകളെയും നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാലും ആ സ്വാമിനാഥൻ വക്കീലിനെ പോലെ ഒരു സീനിയർ ആയ ഒരാൾ അയാൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് പണത്തിന്റെ വില, അധികാരത്തിന്റെ ഗർവ്. രാഷ്ട്രീയക്കാരന്റെ അധികാരത്തിന് മുന്നില് മറ്റെല്ലാ അധികാരങ്ങളും പഞ്ചപുച്ഛം അടക്കി നിൽക്കും. അതാണ് കാലം. അതുകൊണ്ടാണോ ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ പോലുള്ളവന്മാരെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ തന്റെ പ്ലാൻ? അയാൾ ജാമ്യത്തിലിറങ്ങിയതല്ലേ ഉള്ളൂ. അയാളുടെ അടുത്ത മൂവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. നിയമവും കോടതിയൊക്കെ അവനെ വെറുതെ വിട്ടാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി എന്റെ കുടുംബത്തിലെ ഒരാളെ അവൻ തൊട്ടാൽ അതോടെ തീരും അവന്റെ എല്ലാ അഹങ്കാരവും. എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. അത് പറയാനാ ഞാൻ വന്നത്. എടി, ജ്യോതിയുടെ ജീവിതം നശിപ്പിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. എന്നാ പിന്നെ എല്ലാരും കണ്ടു കഴിഞ്ഞില്ലേ? ഇനി തിരിച്ചങ്ങ് പൊയ്ക്കൂടെ? തിരിച്ചു പോണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ഇവിടെ താമസിക്കുന്നതില് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ മോളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റാനാണല്ലോ നീ വന്നത്. എടി, നാണമില്ലേടി നിനക്ക്? ദേ, അനാവശ്യം പറയരുത്. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കല്ലേ സംസാരിച്ചത്. ഇതുപോലെ അനാവശ്യം പറഞ്ഞ എനിക്ക് അതുപോലെ നിങ്ങളോട് മറുപടി പറയേണ്ടി വരും. മമ്മിക്കിപ്പോ എന്താ അറിയണ്ടേ? ആ, ദാ വന്നല്ലോ. ഇനി ആന്റി നേരിട്ട് അവളോട് തന്നെ ചോദിക്കും. അവള് പറയട്ടെ മറുപടി. മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ആരും ഇതിനിടയിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളാരും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നില്ല. നിന്റെ അമ്മയല്ലേ ഇവിടെ വന്ന് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന? എന്താ മമ്മി, എന്താ പ്രശ്നം? മമ്മി എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? ഒച്ച വെക്കാതെ പിന്നെ ഇവളെ എപ്പോഴാ തിരിച്ചുവിടുന്നത്?
ഓ, അതാണ് പ്രശ്നം. ഹരിപ്രിയ പോകുന്ന കാര്യം തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. എന്നാ എത്രയും വേഗം തീരുമാനിക്കണം. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്രയും വേഗം ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോന്ന് നിന്നോട് പ്രത്യേകം പറയണോന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ. അച്ഛൻ അങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. ദേ, എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കരുത്. ഒരു ഒറ്റ ഒരെണ്ണം വച്ച് തരിഞ്ഞൻ. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോണം. ഇവളെ ഇനി ഈ വീട്ടിൽ കണ്ടുപോയാ അതിന്റെ ഉത്തരവാദിത്തം നിനക്കായിരിക്കും. അതെ, ഹരിപ്രിയയുടെ എല്ലാ ഉത്തരവാദിത്വവും തൽക്കാലം എനിക്കാ. എന്താ കഴിക്കും. നീ ഒരു വല്ലാത്ത പെണ്ണ് തന്നെയാ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എത്ര പെട്ടെന്നാ നീ ആളുകളെ സ്നേഹിച്ച് കീഴടക്കുന്ന. ഓ, അത് ശരി. യുദ്ധം ചെയ്തും കൊന്നിട്ടൊന്നും അല്ലല്ലോ, സ്നേഹം കൊണ്ടല്ലേ കീഴടക്കുന്നേ. അതെ, അത് ശരിയാ. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? യുദ്ധം ചെയ്ത് കീഴടക്കിയ രാജാക്കന്മാർ അവരുടെ ശത്രുക്കളെ കൊല്ലും. പക്ഷെ സ്നേഹം കൊണ്ട് കീഴടക്കിയ ജീവിതകാലം മുഴുവൻ നമ്മൾ അറിയാതെ അവരുടെ അടിമകളായി പോവും. ആഹാ, അപ്പൊ നീ എന്റെ അടിമയാ? അതെ, ഞാനിപ്പൊ നിന്റെ സ്നേഹത്തിന്റെ അടിമയാ. കൊള്ളാലോ, നല്ല അടിമയാ. അടിമക്കണ്ണേ. ഇനി നിന്നെ ഞാൻ അങ്ങനെ വിളിക്കൂ, അടിമക്കണ്ണെന്ന്. ഓ, എന്റെ പൊന്നേ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. എത്ര നാളായി നീ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കണ്ടിട്ടെന്നറിയോ? എന്റെ ചിരിയുടെ പൂന്തോട്ടം ഞാൻ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വല്ലപ്പോഴൊക്കെ തുറക്ക കേട്ടോ, അല്ലെങ്കിലേ തുരുമ്പ് പിടിച്ചു പോവും. ഇതുവരെ തുറക്കാതെ കിടക്കായിരുന്നു. ഇപ്പോഴാ അത് തുറക്കാനുള്ള ഊർജം കിട്ടിയത്, നിന്റെ സ്നേഹം കിട്ടിയപ്പോ. അടിമക്കണ്ണിനെ നല്ലതുപോലെ സുഖിപ്പിക്കാൻ അറിയാല്ലേ? അല്ല, തലവേദന മാറിയോ? നേരത്തെ തലവേദന എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓ, അതങ്ങനെ മാറുമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. അതിനെ എന്റെ കയ്യിലൊരു ഒറ്റമൂലിയുണ്ട്, ഞാൻ മാറ്റിത്തരട്ടെ. ഒറ്റമൂലിയോ? ആ, നീ എന്ത് ലാടവൈദ്യനാണോ? ലാടവൈദ്യനൊന്നുമല്ല, പക്ഷേ മരുന്ന് എനിക്കറിയാം. നീ കേട്ടിട്ടുണ്ടോ? ദന്തപാലയുടെ ഇല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയില് 7 ദിവസം വെയിലത്ത് വെച്ചാലേ ആ വെളിച്ചെണ്ണ ഒരു പിങ്ക് കളറിലായി മാറും. പിന്നെ അത് നല്ലൊരു തേനിന്റെ നിറയി മാറും. അതിങ്ങനെ കുറച്ച് വിരലിന്റെ അറ്റത്തിങ്ങനെ മുട്ടിച്ച് നിന്റെ തലയോട്ടിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്താലുണ്ടല്ലോ, ഏത് തലവേദനയും പമ്പ കിടക്കും. സത്യം? ആ, തലവേദന മാത്രല്ല, നിന്റെ തലയിലുള്ള ചൊറി. അമ്മ എന്തിനാ ഇപ്പൊ ഈ അലാറം അടിച്ചത്? എന്താ അമ്മ ഉണ്ടായത്? ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിച്ചോ? ഞങ്ങളാകെ പേടിച്ചുപോയി. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? വെറുതെ ഇരുന്ന് അലാം അടിക്കാൻ. നോ ബേട്ടി, യു മിസ്റ്റേക്ക്, ഐ കറക്റ്റ്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാ ഞാൻ ഈ അലാറം അടിച്ചത്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മ ഞങ്ങളെ കളിയാക്കാണോ? നോ കളിയാക്കൻ, ഇറ്റ് ഈസ് കാര്യം. നിങ്ങളോട് ഞാനൊരു കാര്യം ആസ്ക് ചെയ്യട്ടെ? അമ്മ ചോദിക്ക. നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? അങ്ങനെ ചോദിച്ചാ അതിനങ്ങനെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റുമോ? ഷോ അമ്മേ, അമ്മ കാര്യം പറ. എന്താ സർപ്രൈസ്? നിങ്ങളിപ്പോ ആരെ കാണണോന്നാ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നേ? ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, അല്ലാതെ ആരെയാ? ആണല്ലോ. ഉറപ്പല്ലേ? അതെ, ഉറപ്പ് തന്നെ. എന്നാ പിന്നെ ദാ കണ്ണ് നിറയെ കണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡുമാരെ. ഡാ മക്കളെ, വാടാ മക്കളെ, വാ.
അയ്യച്ചി ഇപ്പൊ കണ്ടില്ലേ സർപ്രൈസ്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വാടാ മക്കളെ. എപ്പോഴാ ശ്രീയേട്ട വന്ന്? ഞങ്ങൾ അറിയില്ലല്ലോ. ദിസ് ഈസ് മൈ സർപ്രൈസ്. നിങ്ങൾ പോലും അറിയാതെ ഇവരെ ഇതിനകത്ത് കൊണ്ടുവന്നില്ലേ ഞാൻ? നിങ്ങളോട് പറഞ്ഞ വാക്കുതാ ഞാൻ പാലിച്ചു. എന്തൊരു കോല ഇത്! കണ്ടിട്ട് എത്ര നാളായി. സുഖമാണോ? അതൊക്കെ നമുക്ക് ശരിയാക്കി. ഇവിടെ വച്ചു നോ കെട്ടിപ്പിടുത്തം. അതൊക്കെ റൂമിൽ ചെന്നിട്ട് മതി. ഗോ 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 ടു യുവർ റൂം. ഗോ ടു യുവർ റൂം. പോയി ഇവിടുന്ന്. അവളുടെ ഒരു താങ്ക്സ്. പോയിക്കോ. മമ്മി, പ്രിയമോൾ എവിടെ മമ്മി? ഓ, അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. അവര് ഡോക്ടറെ കാണാൻ പോയതാ. അതുവഴി ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. എന്നിട്ട് അവര് വന്നില്ലേ? ഇല്ല, വന്നില്ലെന്ന് മാത്രമല്ല, ഡോക്ടറെ കണ്ടിട്ട് അതുവഴി നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഞങ്ങള് വരുന്ന കാര്യം മമ്മി അവളോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു. അത് മാത്രമല്ല, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു. അതൊന്നും കഴിക്കാൻ പോലും കൂട്ടാക്കാതെയാ അവൻ അവളെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോയത്. അങ്കിളോടെ പോയി. കുറച്ചു നേരം മുമ്പേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരോ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണമെന്നും പറഞ്ഞു. ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു? ആര്? അതൊന്നും എന്നോട് പറഞ്ഞില്ല. ദേ ഇപ്പം വരാന്ന് മാത്രം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തിനാ വിളിച്ചെന്നൂല്ലോ പറഞ്ഞു? ഇല്ല, നിന്ന് നിപ്പിൽ ഉടുത്തൊരുങ്ങി വെപ്രാളത്തിൽ ഒരൊറ്റ പോക്കായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ച് ഞാൻ പിന്നാലെ ചെന്നതാ. പക്ഷെ നിന്നില്ല. ഹില്ലറെ ഒന്ന് വിളിച്ചു നോക്കിയേ. പോലീസല്ലേ, ഇനി വല്ല കേസിനും കൊടുക്കാനാണെന്ന് ആർക്കറിയാം. അങ്കിളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. മമ്മി വിഷമിക്കണ്ട. പിന്നെ ജയപ്രകാശിന് എന്തെങ്കിലും അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കും പോയത്. എന്താ അത്യാവശ്യം ഉണ്ടായാലും എന്താ? ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണമെങ്കിലും കഴിക്കണ്ടേ? അവക്ക് വിശേഷം ഉണ്ടായി കഴിഞ്ഞു. ഇതുവരെ എന്റെ അടുത്ത് വന്ന് 2 ദിവസം തികച്ചു നിന്നിട്ടില്ല. ഗർഭിണിയായിരിക്കുന്ന മകളെ 2 ദിവസമെങ്കിലും നോക്കണമെന്ന് ഏതമ്മയ്ക്ക് ആഗ്രഹമില്ലാത്തത്? മമ്മി വിഷമിക്കാതെ. അവരങ്ങനെ മനഃപൂർവ്വം പോയതൊന്നും ആയിരിക്കില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണും. അല്ലെങ്കിൽ തന്നെ ജയപ്രകാശ് അങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ലല്ലോ. ജയപ്രകാശ് അല്ലെന്നേ, അവന്റെ പെങ്ങളില്ലേ ആ ജയപ്രഭ. അവക്കിപ്പൊ പ്രിയമോളെ ഇങ്ങോട്ട് വിടുന്നത് ഇഷ്ടവേ അല്ല. ഒന്ന് കാണാൻ പെറ്റതള്ളയ്ക്ക് ആഗ്രഹം ഉണ്ടാവുന്ന വിചാരം പോലും അവർക്കില്ല. മമ്മി ഇതൊന്നും കാര്യാക്കണ്ട. നമുക്ക് അങ്ങോട്ട് പോയി അവരെ കാണാം. ഇല്ല, ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. എന്നെ കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെപ്പിച്ചിട്ട് അത് അവര് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ആന്റി, അതൊന്നും സാരമില്ല. ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോകൂ.